ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് തുമ്മിയാൽ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാൽ അല്ലെ ഒരു ചെറിയ ജലദോഷം വന്നാൽ ആന്റി ഹിസ്റ്റമിനിക് ഗുളികകളായ സിട്രസിനോ അല്ലെങ്കിൽ അവിലോ അല്ലെ അലർസെറ്റോ ഒക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇങ്ങനെ ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകൾ കൂടുതലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മൂക്കടപ്പ്, ജലദോഷം അല്ലെ ചുമയൊക്കെ വരുന്നത് അലർജിക് റൈനൈറ്റിസ് എന്ന രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ്. അതായത് അലർജിയുടെ ഒരു ഭാഗമായിട്ടാണ്. ഇന്ന് അലർജി ഉള്ളവര് ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ഈ അലർജി എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനുപയോഗിക്കുന്ന മരുന്നുകൾ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാമോ, ആ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഈ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെ അലർജൻ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അലർജി ഉണ്ടാകാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില ആഹാര പദാർത്ഥങ്ങളാണ്. ഗ്ലൂട്ടിൻ കൊണ്ടുള്ള അലർജി ഉണ്ടാകുന്നുണ്ട്. കടൽ വിഭവങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ചിലർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ട കഴിച്ചാൽ ചിലർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല ഭക്ഷണ സാധനങ്ങളും അലർജി ഉണ്ടാക്കുന്നവയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ പൊടി പടലങ്ങളാണ്. അതായത് റോഡിൽ നിന്നും മൈതാനത്തു നിന്നും ഒക്കെയുള്ള പൊടി പടലങ്ങൾ ശ്വസിച്ചു കഴിയുമ്പോൾ നമുക്ക് അലർജി മൂലമുള്ള രോഗങ്ങൾ ഉണ്ടാകും. ചിലർക്കാകട്ടെ നമ്മൾ വീടിനകത്തുള്ള ചുക്കിരി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം അവർക്ക് തുമ്മലുണ്ടാവും, അലർജി ഉണ്ടാവും. ചിലർക്ക് ചില രാസപദാർത്ഥങ്ങളോടാണ് അലർജി. പലരും തലമുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡൈക്ക് പലപ്പോഴും അലർജി ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചില പോളൻ ഗ്രെയിൻസ്, ചില ചെടിയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ അന്നേരം തുമ്മാൻ തുടങ്ങും. അതതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒരു അലർജനായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മെഡിസിൻസ്. പല മെഡിസിൻസും നമുക്ക് അലർജി ഉണ്ടാക്കുന്നവയാണ്. പെൻസിലിൻ്റെ അലർജിയെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ പെൻസിലിൻ കുത്തിവെച്ച് പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ഇന്നും മിക്ക മരുന്നുകളും ആശുപത്രിയിൽ നൽകുന്നത് അത് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് ത്വക്കിനടിയിൽ കുത്തിവെച്ച് അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇന്ന് ആശുപത്രികളിൽ മരുന്ന് കുത്തിവെക്കുന്നത്. ആ ചെറിയ ടെസ്റ്റ് ഡോസിന് പോലും ചിലപ്പോൾ അലർജി ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഇൻസെക്ട് ബൈറ്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള അല്ലെ നമ്മൾ പറമ്പിൽ ഒക്കെയുള്ള ഇൻസെക്റ്റ് ചിലപ്പോൾ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കും. വളരെ സിവിയറായ അലർജിക് റിയാക്ഷൻ വരെ പലപ്പോഴും ഉണ്ടാകാറുമുണ്ട്. അത് ആശുപത്രിയിൽ ചെന്ന് പെട്ടെന്ന് മെഡിക്കൽ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിനെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ തേനീച്ച കുത്തിയാലും മറ്റു തരത്തിലുള്ള ചില ഇൻസെക്റ്റ് കുത്തിയാലും ഒക്കെ നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇത് കുത്തിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബ്ലഡിനകത്തുള്ള മാസ്റ്റ് സെൽ ഹിസ്റ്റമിൻ എന്നൊരു രാസപദാർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹിസ്റ്റമിൻ മാത്രമല്ല മറ്റു പല രാസപദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം ഹിസ്റ്റമിൻ എന്ന രാസപദാർത്ഥമാണ്. ഈ ഹിസ്റ്റമിൻ ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അത് നമ്മുടെ രക്തക്കൊഴലുകളെ വികസിപ്പിക്കുന്നുണ്ട്, അവിടെ എഡിമ വരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഹിസ്റ്റമിൻ്റെ പ്രവർത്തനം കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരം ചൊറിഞ്ഞു തടിക്കുന്നു. അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ കൺപോളകൾ ചുവക്കുന്നു. ചിലർക്കാണ് ചിലപ്പോൾ അവരുടെ ശ്വാസക്കുഴലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നു. അത് ചിലപ്പോൾ വിമ്മിഷ്ടമായിട്ടോ അല്ലെ ശ്വാസം മുട്ടലോ ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടാം. ചിലപ്പോൾ അവരുടെ BP കുറയുന്നു. കാരണം ഈ ഹിസ്റ്റമിൻ രക്തക്കുഴലിലെ സ്മൂത്ത് മസിൽസിനെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പം അത് വികസിക്കുന്നതുകൊണ്ട് നമ്മുടെ BP പെട്ടെന്ന് കുറയും. അങ്ങനെ BP ചിലപ്പോൾ അപകടകരമാം വിധം കുറയുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അലർജിയെ നേരിടാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള മരുന്നുകളാണ്. ഒന്ന് ആന്റി ഹിസ്റ്റമിൻ എന്നൊരു മരുന്ന്. അതായത് ഈ ആന്റി ഹിസ്റ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹിസ്റ്റമിൻ്റെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെ അതിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നാണ്. രണ്ടാമതായിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്നൊരു മരുന്ന് നമ്മൾ കുത്തിവെക്കുന്നുണ്ട് അലർജി ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ 2 മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം.
ആദ്യം തന്നെ ആന്റി ഹിസ്റ്റമിനിക് മരുന്നിനെ പറ്റി അറിയാം. ആന്റി ഹിസ്റ്റമിനിക് മരുന്ന് പലരും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ആ സൈഡ് എഫക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ഉറക്കം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിലിൻ്റെ ഒരു ഗുളിക കഴിച്ച്, അല്ലെ അലർസിറ്റിൻ്റെ ഗുളിക കഴിച്ചു, അല്ലെ സിട്രസിനൊക്കെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉറക്കം വരും. അതുകൊണ്ട് ആ മരുന്ന് വൈകിട്ട് മാത്രം കഴിക്കാനാണ് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അത് ഗുളിക കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഡിസിഷൻ മേക്കിങ് ശരിയാകാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞ് വാഹനം ഓടിക്കരുതെന്ന് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൈഡ് എഫക്റ്റ്, നമ്മൾ ജലദോഷത്തിനോ അല്ലെ ചുമയ്ക്കോ അല്ലെ മൂക്കടപ്പിനോ ഒക്കെ ഈ സിട്രസിന്റെ ഗുളിക അല്ലെ ആന്റി ഹിസ്റ്റമിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആന്റി ഹിസ്റ്റമിൻ മരുന്ന് നമ്മുടെ ശരീരത്തിലെ ശരീരസ്രവങ്ങളിൽ നിന്നും വെള്ളത്തെ നീക്കുന്നു. അപ്പോൾ നമ്മുടെ മൂക്കിനകത്തുണ്ടാകുന്ന കഫം അല്ലെ നമ്മുടെ ശ്വാസനാളിയിൽ ഉണ്ടാകുന്ന കഫം അതെല്ലാം കട്ടിയാകുന്നു. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലെ മൂക്കടപ്പോ ജലദോഷമോ ഉള്ളവർക്ക് ആ കഫം മൂക്കിൽ കൂടെ പോകാതിരിക്കുന്നു. സൈനസൈറ്റിസ് എന്ന രോഗാവസ്ഥയുള്ളവർക്ക്, അതായത് സൈനസിൽ ഇതുപോലുള്ള കഫം കെട്ടിക്കിടക്കുന്ന രോഗാവസ്ഥയ്ക്കാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രോഗമുള്ളവർക്കും ഈ കഫം പുറത്തേക്ക് നാച്ചുറലായിട്ട് പോകാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരും. ആസ്മ പോലെയുള്ള അസുഖമുള്ളവർക്കും അല്ലെ ചുമയുള്ളപ്പോഴും ഈ ആന്റി ഹിസ്റ്റമിനിക് ഗുളിക തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കഫം പുറത്തേക്ക് നാച്ചുറലായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതവർക്ക് ചിലപ്പോൾ ശ്വാസമുട്ടലുണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ സൈഡ് എഫക്റ്റ്. പിന്നെ മറ്റ് ദീർഘനാളായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റ് ചില സൈഡ് എഫക്ട്സും ഉണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വായ മൂക്ക് ഇവയൊക്കെ ഡ്രൈ ആകുന്ന ഒരു അസുഖം ഉണ്ടാകാം. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം, ചിലർക്ക് കണ്ണിന് ഗ്ലൂക്കോമ വരാം, ചിലർക്ക് ലിവറിന് എന്തെങ്കിലും അസുഖം ഉണ്ടാകാം. ഇങ്ങനെ പലവിധ അസുഖങ്ങളും ഇത് പ്രൊലോങ്ഡ് ആയിട്ട് ദീർഘനാളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നമ്മൾ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ് മരുന്നാണ്. അപ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആന്റി ഹിസ്റ്റമിനിക് മരുന്ന് മാത്രമല്ല നൽകുന്നത്. ആന്റി ഹിസ്റ്റമിനിക് മരുന്ന് നമുക്ക് ഗുളികയായിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ആയിട്ടുണ്ട്, സിറപ്പായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ എമർജൻസി വരുമ്പോൾ അത് ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്, ആന്റി ഹിസ്റ്റമിനിക് മരുന്നായ അവിൽ പോലെയുള്ളവ. പക്ഷേ ഇങ്ങനെ ഈ ആന്റി ഹിസ്റ്റമിനിക്ക് മാത്രം കൊടുത്താൽ പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കോർട്ടിക്കോസ്റ്റെറോയിഡ് മരുന്ന് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അഡ്രിനലിൻ എന്ന മരുന്ന് BP ഉയരാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ആ രോഗിയെ അപകടസ്ഥിതിയിൽ നിന്നും രക്ഷിക്കുന്നത്. അപ്പോൾ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പല അസുഖങ്ങൾക്കും കോർട്ടിക്കോസ്റ്റെറോയിഡ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷേ അത് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഇങ്ങനെ കോർട്ടിക്കോസ്റ്റെറോയിഡ് മരുന്നുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 4 തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അർട്ടിക്കേറിയ എന്ന ഒരു രോഗാവസ്ഥയാണ്. അർട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുക. ശരീരം മുഴുവൻ ചൊറിയുകയും അതോടൊപ്പം ആ ചൊറിയുന്ന സ്ഥലത്തിന് ചുറ്റും ചുവപ്പ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ രക്തം കൂടുതലായിട്ട് നമ്മുടെ പെരിഫറൽ ഏരിയയിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ടിനും തലച്ചോറിനും ഒക്കെ രക്തം കിട്ടാതെ വരും. അത് വലിയൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതാണ് അർട്ടിക്കേറിയ എന്ന് പറയുന്നത്. പിന്നെ അലർജിക് റൈനൈറ്റിസ് എന്നൊരു അസുഖമുണ്ട്, അതായത് മൂക്കടപ്പ്, ജലദോഷം, തുമ്മൽ എന്നൊക്കെ. പിന്നെ അലർജിക് കൺജങ്ക്റ്റിവിറ്റിസ് എന്നൊരു അസുഖമുണ്ട്, അതായത് നമ്മുടെ കണ്ണിന് ചുവപ്പും അല്ലെ ഇച്ചിങ്ങും ഒക്കെ വരുന്നതിനെയാണ് അലർജിക് കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് അനാഫൈലാക്റ്റിക് ഷോക്ക് എന്ന് പറയുന്നതാണ്. അത് വളരെ ഗൗരവമായ ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതായത് പെട്ടെന്ന് പേഷ്യൻ്റെ പൾസ് പോകുന്നു, പെട്ടെന്ന് അവർക്ക് ശ്വാസമുട്ടലുണ്ടാകുന്നു. അത് പെട്ടെന്ന് നമ്മൾ ഓക്സിജനും അതുപോലെ തന്നെ ഈ ആന്റി ഹിസ്റ്റമിനിക് മരുന്ന്, കോർട്ടിക്കോസ്റ്റെറോയിഡ്, അഡ്രിനലിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ കുത്തിവെച്ചാലേ പലപ്പോഴും നമുക്ക് രോഗിയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള രോഗാവസ്ഥകളാണ് ഈ അലർജി മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അലർജി മൂലം ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളെ പറ്റി, അതുപോലെ തന്നെ ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ പറ്റിയും ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വിലപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.